പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ. കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും. വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ CPIM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം S. ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച കോമൺ മിനിമം പരിപാടിയുടെ പരിപാടിയുടെ ഭാഗമായി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പദ്ധതി അന്നാണ് ആദ്യമായി ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയത്. 18 വയസ്സ് തികഞ്ഞ മനുഷ്യനുള്ള പൗരനുള്ള ഓരോ കുടുംബത്തിനും 100 ദിനം തൊഴിൽ ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ആ നിയമത്തിന്റെ കാതൽ. 18 വയസ്സ് പൂർത്തിയായ ഒരു പൗരനുള്ള വീട്ടിലെ ഒരാൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ അപേക്ഷിക്കുകയാണെങ്കിൽ അയാൾക്ക് തൊഴിൽ കാർഡ് 2 ആഴ്ചയ്ക്കുള്ളിൽ തൊഴിൽ കാർഡ് നൽകണം. തൊഴിൽ കാർഡ് ലഭിച്ച വ്യക്തിക്ക് അവർ തൊഴിലിന് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് തൊഴിൽ നൽകണം. തൊഴിൽ നൽകിയിട്ടില്ലെങ്കിൽ തൊഴിൽ നൽകാത്ത ദിവസങ്ങളിൽ തൊഴിൽ ചെയ്തതായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂലി നൽകണം. തൊഴിലെടുക്കാത്തത് തൊഴിൽ നൽകിയിട്ടില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അവർ തൊഴിലെടുത്തതായി കണക്കാക്കുകയും അവർക്ക് പിഴപ്പലിശയടക്കമുള്ള വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നതായിരുന്നു ആ നിയമം. തൊഴിലെന്നത് ആരുടെയും ഔദാര്യമല്ല, അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശമാണ്. ഓരോ പൗരനും തൊഴിലുറപ്പുവരുത്തുക എന്നത് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ് എന്നതാണ് തൊഴിലുറപ്പ് നിയമത്തിലൂടെ അന്ന് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ലക്ഷ്യം. ആ ലക്ഷ്യം ഇന്ത്യക്കകത്ത് ആകെ നടപ്പിലാക്കി 62 കോടിയിലേറെ ജനങ്ങൾ ആ തൊഴിലുറപ്പ് തൊഴിലിലൂടെ അവരുടെ നിത്യേനയുള്ള ജീവിതത്തിന് നിത്യനിദാന ചെലവുകൾക്ക് വരുമാന മാർഗമായി തൊഴിലുറപ്പ് പദ്ധതിയെ നോക്കിക്കാണുകയായിരുന്നു. എന്നാൽ ഈ രാജ്യത്തിനകത്ത് RSSന്റെ നേതൃത്വത്തിലുള്ള NDA മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തൊഴിലുറപ്പ് പദ്ധതിയെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. കോവിഡ് മഹാമാരിയുടെ പേര് പറഞ്ഞ് തൊഴിലുറപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുവെങ്കിലും ഈ രാജ്യത്തിനകത്ത് ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ ചൂടേറ്റ് ആ പദ്ധതിയിൽ നിന്ന് അവർക്ക് മാറേണ്ടി വന്നു. എന്നാൽ ഓരോ വർഷവും തൊഴിലുറപ്പിന് മാറ്റിവെക്കുന്ന ഫണ്ട് വിഹിതത്തിൽ വലിയ അളവിൽ കുറവ് വരുത്തിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവിത മാർഗത്തെ തടയാനുള്ള ശ്രമമാണ് RSSന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ചരിത്രത്തിൽ എവിടെയും ഇടമില്ലാത്ത, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടമില്ലാത്ത, ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയും അരക്കഴഞ്ച് സ്ഥാനം പറയാൻ പോലുമില്ലാത്ത RSS മറ്റെല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ത്യയുടെ ചരിത്ര പുരുഷന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും വെട്ടിമാറ്റുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് ഈ പദ്ധതിയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുക BBG റാംജി എന്നാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആജീവിക് മിഷൻ ഗ്രാമീൺ എന്ന പദ്ധതി മാറ്റിയിരിക്കുകയാണ്. വായിൽ കൊള്ളാത്ത പേരാണെന്ന് മാത്രമല്ല, വായിൽ കൊള്ളാത്ത പ്രവർത്തികളാണ്, പറയാൻ കഴിയാത്ത പ്രവർത്തികളാണ് ഇതിനകത്ത് നടപ്പിലാക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് രാഷ്ട്രപിതാവിനെ വെട്ടിമാറ്റുകയും തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയാണ് CPIM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. തിരുവില്ലാമല ടൗണിൽ വെച്ച് നടന്ന പരിപാടി CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം S. ദിലീപ് ഉദ്ഘാടനം ചെയ്തു. CPIM തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. കുമാരൻ അധ്യക്ഷനായി. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ, ലോക്കൽ കമ്മിറ്റി അംഗം അംബിക രാമകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവില്ലാമല. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര.
ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.